എന്നോടുള്ള കൃഷ്ണകുമാറിൻ്റെ അടിസ്ഥാനപരമായ വിരോധത്തിൻ്റെ അടിസ്ഥാനപരമായ കാരണം പോലും പാർട്ടിക്കുള്ളിൽ ഈ വിഷയം ഉയർന്നു വന്നപ്പോൾ ആ പെൺകുട്ടി ആ സമയത്ത് ഇന്നും പാർട്ടിക്കുള്ളിലാണല്ലോ പരാതി കൊടുത്തിട്ടുള്ളത്. ആ പെൺകുട്ടിയാണ് തീരുമാനിക്കേണ്ടത് എവിടെയാണ് പരാതി കൊടുക്കേണ്ടത്. ആ പെൺകുട്ടി ഇത്തരമൊരു പരാതി പാർട്ടിക്കുള്ളിൽ കൊടുത്ത സമയത്ത് സംഘടനയ്ക്കുള്ളിൽ ഒരു നിലപാട് ഞാൻ സ്വീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്നോട് മാത്രമല്ല, ഇന്ന് പാലക്കാട് BJPക്ക് അകത്തുള്ള കൃഷ്ണകുമാർ സൈഡ് ലൈൻ ചെയ്തിട്ടുള്ള നിരവധി നേതാക്കളോടും അദ്ദേഹത്തിന് വിരോധമുണ്ട്. ഈ പരാതി സത്യസന്ധമാണ്, കുടുംബത്തിനകത്ത് നിന്ന് എന്ന പരാതിയാണ്. ഇത് പുറത്തുനിന്ന് ആരെങ്കിലും കൊണ്ടുവന്ന പരാതിയല്ലല്ലോ. പുറത്തുനിന്ന് ആരെങ്കിലും കെട്ടിച്ചമച്ച് എങ്ങനെയാണ് കൊണ്ടുവരുന്നത്? അങ്ങനെ ഒരാളെ സ്വാധീനിക്കാൻ കഴിയും? നമ്മുടെ കുടുംബത്തിലെ നമ്മുടെ ഒരു സഹോദരി അങ്ങനെ സ്വാധീനിക്കാൻ കഴിയും? അതും ഇങ്ങനെ ഒരു കാര്യം പറയിപ്പിക്കാൻ സാധിക്കുമോ? അതെങ്ങനെയാണ് സാധിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ കയ്യിലിരിപ്പിൻ്റെ കുഴപ്പം കൊണ്ടുണ്ടായതാണ്. ഞാൻ അറിഞ്ഞത് ഇപ്പോഴാണ്. എനിക്കറിയുമ്പോഴല്ലേ ചൂണ്ടിക്കാണിക്കാൻ പറ്റുള്ളൂ. ഞാനിപ്പോഴാണ് അറിയുന്നത്. ഈ വിഷയം ഇപ്പോഴാണ് അറിയുന്നത്. ഈ അന്വേഷണം പ്രധാനമന്ത്രി ഓഫീസിൽ നിന്ന് വീണ്ടും വന്നിരിക്കുന്നു എന്നറിയുന്നത് ഇന്ന് രാവിലെയാണ്. എന്താ? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഞാൻ പറഞ്ഞല്ലോ, ഞാനായിരുന്നു എങ്കിൽ 2012 എനിക്ക് പ്രത്യേകിച്ച് പാർട്ടിയുടെ ഉന്നത പദവികളൊന്നുമില്ല. ആ ഘട്ടത്തിലുണ്ടായിട്ടുള്ള വിഷയം 2014 ഇത് ഉണ്ടായ സമയത്ത് ഞാൻ പ്രധാനപ്പെട്ട പദവിയിലൊന്നും ഇരിക്കുന്നില്ല. അപ്പം അന്നൊക്കെ ഉണ്ടായതാണല്ലോ. അദ്ദേഹം തന്നെ പറയുന്നുണ്ടല്ലോ, വ്യവഹാരങ്ങൾ ഉണ്ടായെന്ന് പറയുന്നുണ്ടല്ലോ. പിന്നെ സന്ദീപ് ഉയർത്തിക്കൊണ്ടുവന്നാണ് ആ കാലത്തും എന്നെങ്ങനെ പറയും? അങ്ങനെ പറയാൻ സാധിക്കില്ല. പക്ഷേ പാർട്ടിക്കുള്ളിൽ 2020 അടക്കമുള്ള സമയങ്ങളിൽ വിഷയം വന്ന സമയത്ത്, ഉയർന്നു വന്ന സമയത്ത് നിലപാടുകൾ പറയേണ്ടവരോട് പറഞ്ഞിട്ടുണ്ട്. കാരണം അന്ന് ഈ വിഷയത്തിൽ കൃഷ്ണകുമാർ, നിങ്ങൾക്കറിയാം, BJPക്കകത്ത് ഏറ്റവും പ്രബലമായ ഗ്രൂപ്പിൻ്റെ ഭാഗമായി നിൽക്കുന്ന ശക്തനായിട്ടുള്ള നേതാവായിരുന്നു. ഇന്നാണ് അദ്ദേഹത്തിൻ്റെ പിടി അയഞ്ഞു പോയത്. ഇപ്പം അദ്ദേഹത്തിൻ്റെ ഭയം അതാണ്. നേരത്തെ അദ്ദേഹത്തിനെതിരെ പരാതി ഉണ്ടെങ്കിൽ പോലും നടപടിയെടുക്കാതെ രക്ഷപ്പെടുത്തുന്ന ഒരു ടീം മുകളിൽ ഉണ്ടായിരുന്നത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ രക്ഷയുണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ അദ്ദേഹം പറയുന്നത് അന്ന് പരാതികളൊക്കെ അന്ന് പരാതി നേതൃത്വങ്ങൾ അവഗണിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണം അന്ന് അദ്ദേഹത്തിനെ സംരക്ഷിക്കുന്ന വലിയൊരു വിഭാഗത്തിൻ്റെ കയ്യിലായിരുന്നു പാർട്ടി എന്നുള്ളതാണ്. ഇന്നൊരു പക്ഷേ ആ കുട്ടിക്ക് രാജീവ് ചന്ദ്രശേഖറിൽ വിശ്വാസമുള്ളത് കൊണ്ടായിരിക്കാം. അതിന് അദ്ദേഹമാണ് ആ കാര്യം പറയേണ്ടത്. ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഈ പരാതി സത്യസന്ധമാണെന്ന് BJPക്ക് അകത്തുള്ള ശോഭാ സുരേന്ദ്രനെ പോലെയുള്ള ആളുകൾക്കറിയാം. അതുകൊണ്ട് തന്നെ നടപടിയെടുത്തില്ലെങ്കിൽ വികൃതമാവുന്നത് രാജീവ് ചന്ദ്രശേഖറിൻ്റെയും അദ്ദേഹത്തിൻ്റെ സഹഭാരവാഹികളുടെയും മുഖമായിരിക്കും വികൃതമാവാൻ പോകുന്നത്. സത്യമറിഞ്ഞിട്ടും സത്യം എന്താണെന്ന് കൃത്യമായി ബോധ്യമുണ്ടായിട്ടും ഇത്തരത്തിലുള്ള ഒരാളെ സംരക്ഷിക്കുന്ന നിലപാടിലേക്കാണ് പോകുന്നതെങ്കിൽ അത് അവരുടെ പാർട്ടിയുടെ സവിശേഷതയായിട്ട് കേരളത്തിലെ ജനങ്ങൾ കാണും. കാരണം സ്വാഭാവികമാണ്, ബ്രിജ്ഭൂഷണെ സംരക്ഷിച്ച പാർട്ടിയല്ലേ. യെദ്യൂരപ്പയെ പാർലമെന്ററി ബോർഡിൽ ഇരുത്തിയിട്ടുള്ള പാർട്ടിയല്ലേ. പോക്സോ കേസിലെ പ്രതിയായിട്ടുള്ള യെദ്യൂരപ്പ പാർലമെന്ററി ബോർഡിലിരിക്കുകയാണ്. അതിനെ അടക്കം ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നു. ബ്രിജ്ഭൂഷൺ ഇന്ത്യയുടെ ഗുസ്തി താരങ്ങളെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിലെ പ്രതിയെ എത്ര കാലമാണ് ഇന്ത്യ മഹാരാജ്യത്തെ മുഴുവൻ സ്ത്രീകളുടെയും സംരക്ഷകനാണ് ഞാൻ എന്ന് പറയുന്ന പ്രധാനമന്ത്രി നേരിട്ട് സംരക്ഷിച്ചത്? ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബ്രിജ്ഭൂഷൻ്റെ മകന് സീറ്റ് കൊടുത്തില്ലേ?